സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹിച്ചില്ലെങ്കിൽ, പ്രേമിച്ചില്ലെങ്കിൽ പിന്നെ സാഹിത്യമില്ല. പ്രകൃതിയുടെ ഏറ്റവും നല്ലൊരു ചായക്കൂട്ടാണ്, നിറക്കൂട്ടാണ് സ്ത്രീ പുരുഷ ബന്ധം. ഇണയെ ആകർഷിക്കാനുള്ള പ്രകൃതിയുടെ ചലന തത്വം, അതിന്റെ താളം, ഇളം കാറ്റ്, ചാഞ്ഞ വെളിച്ചം, നിഴലുകളുടെ സങ്കലനം, പകലിന്റെ യാത്ര പറച്ചിൽ, ഉദയത്തിന്റെ ഉണർവ്, ഇതിന്റെ എല്ലാം സ്ഥായിയായ ഭാവം റൊമാൻസ് ആണ്. ചങ്ങമ്പുഴ കവിതകളിലെ ആകർഷണീയതയും ഈ റൊമാൻസ് തന്നെ. പ്രകൃതി ഈ ഭാവത്തിന് വളരെ അനുകൂലമാണ്. മറ്റൊരർത്ഥത്തിൽ പ്രകൃതിക്ക് തന്നെ ഈ ഭാവമാണ് റൊമാൻറ്റിക്. നനഞ്ഞ വിറക് കത്തുന്ന അടുക്കളയുടെ അടുപ്പിനരികത്തിരുന്ന് ആർക്കെങ്കിലും പ്രേമിക്കാൻ പറ്റുമോ? അപ്പൊ പ്രേമത്തിന് അതിൻ്റെതായ ഒരു പശ്ചാത്തല ഭംഗി വേണം. ആ പശ്ചാത്തല ഭംഗിയാണ് ഏതൊരു കവിതയുടെയും ആകർഷണീയത. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചിറകിട്ടടിച്ചു പറക്കുന്ന പറവകളും. എന്താ പറഞ്ഞത്? ചിറകിട്ടടിച്ചു പറക്കുന്ന പറവകളും. പറവകളും. യാത്ര പറയുന്ന വെളിച്ചം കാറ്റത്താടുന്ന പുഞ്ചപ്പാടങ്ങളെ തഴുകിയും, കായലിൽ നൃത്തം വെക്കുന്ന അലകളിൽ തെന്നി തെന്നി നീങ്ങുന്ന കൊച്ചുവള്ളങ്ങളും ഒക്കെയുള്ള ആ ഒരു കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണേ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, കുട്ടനാടൻ പുഞ്ചയിലെ പെണ്ണേ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. നിർത്തൂ. ഞാൻ പറഞ്ഞത് ചങ്ങമ്പുഴ കവിതയിലെ പശ്ചാത്തലം. അച്ചോ, കുട്ടികളെ പഠിപ്പിക്കുന്നത് സിനിമാ പാട്ടോ അതോ മലയാള സാഹിത്യം? കുട്ടികൾക്ക് താല്പര്യമുള്ള സിനിമാ സാഹിത്യത്തിലൂടെ ഒരല്പം മലയാള സാഹിത്യം. രണ്ടും അങ്ങനെ അങ്ങ് വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ലച്ചോ. എന്തോന്ന്? ഞാൻ ഇവിടെ പറഞ്ഞോളാം. എന്ത് തോന്നിവാസവും ആകാമല്ലോ. സിനിമാ പാട്ടിൽ എന്തോടോ സാഹിത്യം? അറിയാൻ വയ്യാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയണ്ട. പുഷ്പപാതുകം പുറത്തു വയ്ക്കൂ നീ നഗ്നപാതയായി അകത്തു വരൂ. ഇതിൽ കവിതയില്ലേ? പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ. ഇതിൽ കവിതയില്ലേ? ഇതൊന്നുമല്ലോ ക്ലാസ്സിൽ പഠിപ്പിക്കണ കേട്ടോ. ഏതാണ്ട് കുട്ടനാടൻ പുഞ്ചാന്നോ പുന്നല്ലെന്നോ വെച്ചാണ്. അതെ, കുട്ടനാടൻ പുഞ്ച. ചാരാച്ചറയിൽ പുഞ്ച ഇല്ലല്ലോ, അതിനെപ്പറ്റി പാടാൻ. അച്ഛന് പോകാം, എനിക്ക് ജോലിയുണ്ട്. പറഞ്ഞു കേട്ടോ, പോകാമെന്ന്. അച്ഛന് വേറെ ജോലിയുണ്ടെന്ന്. ചാരാച്ചറ അച്ഛനോടും കൂടിയാ പറഞ്ഞത്. പോകാം. ഓഹോ.